CMRL മാസപ്പടി കേസ് മുൻ മുഖ്യമന്ത്രിയുടെ അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട് വരെ എത്തിയത് കഴിഞ്ഞ മാസമാണ്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ റെയ്ഡുമായി ബന്ധമില്ലാത്ത ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. അസാധാരണ സംഭവങ്ങൾക്കാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് അഡ്വക്കേറ്റ് ഗീനാകുമാരിയെ നീക്കം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉത്തരവിട്ടു. ഒപ്പം കേസിൽ മറ്റൊരു അപൂർവ നടപടി കൂടി സംഭവിച്ചിരിക്കുന്നു. ഇതുവരെ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായിരുന്ന ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രോസിക്യൂട്ടറായിരുന്ന അഭിഭാഷകയെ പ്രതിഭാഗത്തേക്ക് മാറ്റി എതിർകക്ഷിയാക്കാനുള്ള നീക്കം കേരള ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് അനുകൂല നിലപാടെടുത്തു എന്ന കാരണത്താലാണ് ഗീനാകുമാരിയെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. സർക്കാർ നയത്തിനും പോലീസ് റിപ്പോർട്ടിനുമെതിരായി പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കുന്നത്. കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് ഗീനാകുമാരി അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് പ്രതിക്ക് എതിരായിട്ട് പോലും ജാമ്യം ലഭിക്കാതിരിക്കാൻ ഇടപെട്ടില്ല എന്നതുകൊണ്ടാണ് 9ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിന് പേരിൽ ഗീനാകുമാരിയെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ച സർക്കാർ ഹരീഷ് കുമാറിന്റെ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകുമ്പോൾ ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കുകയാണ്. ഗീനാകുമാരിയെ മാറ്റി പകരം അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ഒരു കേസിൽ സർക്കാർ പ്രോസിക്യൂട്ടറായിരുന്ന അഭിഭാഷകയെ തന്നെ സർക്കാർ എതിർകക്ഷിയായി അപ്പീൽ നൽകുന്നത് ആദ്യമായിട്ടാകും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9ാം പ്രതി ഹരീഷ് കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഹരീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് ഗീനാകുമാരി കോടതിയിൽ വാദിച്ചു. പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന് തികച്ചും വിരുദ്ധമായിട്ടായിരുന്നു പ്രോസിക്യൂട്ടറായിരുന്ന ഗീനാകുമാരിയുടെ നിലപാട്. പ്രോസിക്യൂട്ടർ തന്നെ ജാമ്യത്തെ അനുകൂലിക്കുന്ന തരത്തിൽ വാദിച്ചതോടെ കോടതി പ്രതിക്ക് ജാമ്യം നൽകി. പ്രോസിക്യൂട്ടറുടെ നിലപാട് കണക്കിലെടുത്താണ് ജാമ്യം നൽകുന്നത് എന്നാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് ഗീനാകുമാരിയെ മാറ്റാനും ഹരീഷ് കുമാറിന്റെ ജാമ്യത്തിനെതിരെ അപ്പീൽ സമർപ്പിക്കുമ്പോൾ ഗീനാകുമാരിയെ എതിർകക്ഷിയാക്കാനും സർക്കാർ തീരുമാനിച്ചത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന പോലീസിന്റെ ആവശ്യം പ്രോസിക്യൂട്ടർക്ക് അറിയാമായിരുന്നിട്ടും അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് സർക്കാരിനെ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. പ്രതിക്ക് ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യം EDയും ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. കേസിൽ EDയും ശക്തമായ നിയമ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് സർക്കാർ പ്രോസിക്യൂട്ടർ തന്നെ അതിന് തുരങ്കം വയ്ക്കുന്ന നടപടി സ്വീകരിച്ചത്. അത് ED ഉദ്യോഗസ്ഥരെയും അമ്പരപ്പിച്ചു. ഇക്കാര്യത്തിൽ ED എന്ത് നിലപാടെടുക്കും എന്നതും ഇനി പ്രസക്തമാണ്. പഠനകാലത്ത് SFI നേതാവായിരുന്ന പാർട്ടി അനുഭാവിയായ പാർട്ടി വഴി പ്രോസിക്യൂട്ടർ സ്ഥാനത്തെത്തിയ ഗീനാകുമാരി ഇപ്പോഴും ആ പാർട്ടി അനുകൂല നിലപാട് തുടരുന്നുണ്ടോ എന്നാണ് ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയ സംഭവത്തിന് പിന്നാലെ ഉയരുന്ന ചോദ്യം. LDF സർക്കാരിന്റെ കാലത്താണ് ഗീനാകുമാരിയെ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത്. ഒട്ടനവധി സുപ്രധാന കേസുകളിൽ പ്രോസിക്യൂട്ടറായി സർക്കാരിന് വേണ്ടി വാദിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്ത് കിട്ടിയ നിയമനം രാഷ്ട്രീയ നിയമനമാണോ എന്നും അതിന്റെ കൂറാണോ പാർട്ടിക്കാരനായ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചത് എന്നുമാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. മാസങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട വകുപ്പുണ്ടായിട്ടും ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചു. ഗീനാകുമാരി പ്രോസിക്യൂട്ടറായിരുന്നാൽ മറ്റു പ്രതികളും ജാമ്യം നേടി പുറത്തു വരുമോ എന്നും അത് കേസിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുമോ എന്നുമുള്ള സംശയമാണ് കടുത്ത നടപടിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. പ്രോസിക്യൂട്ടറായി ഗീനാകുമാരിയുടെ കാലാവധി അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അപ്രതീക്ഷിത നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കേരള രാഷ്ട്രീയം ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. ഈ കേസിൽ 27 ദിവസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ ഒരു പ്രതിക്ക് അനുകൂലമായി CPM അനുഭാവമുള്ള പ്രോസിക്യൂട്ടർ നിലപാടെടുക്കുന്നു. തൽഫലമായി പ്രതിക്ക് ജാമ്യവും കിട്ടുന്നു. ഇത് നിയമപരമായ തീരുമാനമാണോ അതോ കേവലം CPM അനുഭാവത്തിൽ നിന്നുണ്ടായ തീരുമാനമാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഹരീഷ് കുമാറിന്റെ ജാമ്യം മറ്റു പ്രതികൾക്കും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാൻ ഊർജ്ജം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ മറ്റു പ്രതികളും ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്നത് അന്വേഷണത്തിന്റെ തുടർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ആശങ്കയുണ്ട്. CPM പ്രവർത്തകരുടെ അറിവോടെ നടന്ന ആക്രമണ കേസിൽ പാർട്ടി ബന്ധമുള്ള പ്രോസിക്യൂട്ടർ വഴിവിട്ട സഹായം നൽകിയെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഇത് പ്രോസിക്യൂഷൻ തന്നെ അന്വേഷണ സംഘത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് എന്ന വിലയിരുത്തലുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത പ്രോസിക്യൂട്ടറെ തന്നെ എതിർകക്ഷിയാക്കി ജാമ്യം റദ്ദാക്കാൻ കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ സർക്കാർ അഭിഭാഷക എന്ന നിലയിൽ താൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നാണ് ഗീനാകുമാരി പറയുന്നത്.
പോലീസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് കോടതിയിൽ വാദിച്ചത് എന്നും നിയമത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ഗീനാകുമാരി പറയുമ്പോൾ അത് വസ്തുതയെ വളച്ചൊടിക്കലാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. കാരണം പോലീസ് നൽകിയ റിപ്പോർട്ട് പ്രകാരം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നായിരുന്നു. എന്നാൽ ഇതിന് കടകവിരുദ്ധമായ നിലപാടാണ് ഗീനാകുമാരി കോടതിയിലെടുത്തത്. പ്രതിയെ ഇനിയും കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പ്രോസിക്യൂട്ടർ നിലപാടെടുത്തതുകൊണ്ടാണ് ഹരീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത്. 9.5 വർഷം പ്രോസിക്യൂട്ടറായിരുന്ന താൻ ഇതിലും സംഘർഷഭരിതമായ കേസുകളും മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെയുള്ള കേസുകളും പക്ഷപാതപരമില്ലാതെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഗീന പറയുന്നത്. ഒപ്പം തന്റെ സ്ഥാനമാറ്റം സർക്കാരിന്റെ പ്രതികാര നടപടിയല്ലെന്നും അനിവാര്യമായ സ്ഥാനം ഒഴിയലാണ് എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വിദ്യാർത്ഥി കാലം മുതൽ സജീവ SFI പ്രവർത്തകയായിരുന്ന ഗീനാകുമാരി കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്നുണ്ടായ SFI വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വരെ ആയിട്ടുണ്ട്. SFI നടത്തിയ വിദ്യാർത്ഥി സമരങ്ങളുടെ എല്ലാം മുൻനിര പോരാളിയായിരുന്നു. പ്രോസിക്യൂട്ടറായ ശേഷം കേരളം ചർച്ച ചെയ്ത ഒട്ടേറെ കേസുകളിൽ പ്രോസിക്യൂട്ടറായി പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ടുമുണ്ട്. 2020 വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസ്, 2021 പോത്തൻകോട് സുധീഷ് വധക്കേസ്, മനോരമ വധക്കേസ് എന്നിവയിലെല്ലാം പ്രതികളെ ശിക്ഷിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ പീഡന കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി രാഹുലിനെതിരെ വാദിച്ചതും ഗീനയായിരുന്നു. അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികകളിലും ഗീന പ്രവർത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളായി സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമ പോരാട്ടങ്ങളും സാമൂഹിക ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. CPMനെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിലും ഗീന സജീവമായിരുന്നു. ഗീനാകുമാരിയുടെ പ്രവൃത്തി VD സതീശൻ സർക്കാരിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കഴിഞ്ഞ LDF സർക്കാരിനോട് അനുഭാവം ഉള്ള പലരും ഇപ്പോഴും പ്രധാന തസ്തികകളിൽ തുടരുന്നുണ്ട്. അവർക്കിപ്പോഴും കൂറ് CPMനോടാണ്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ തന്നെ അതിന്റെ തെളിവുണ്ടായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പിണറായി വിജയൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്. അവിടെ അക്രമം നടത്തിയവർക്കെതിരെ പോലീസ് നിഷ്ക്രിയമായിരുന്നു. സ്റ്റേഷൻ ഇൻചാർജ് കഴിഞ്ഞ സർക്കാരിന്റെ സന്തത സഹചാരി. സെക്രട്ടേറിയറ്റിലെ പല വകുപ്പുകളിലും LDF അനുഭാവികൾ തുടരുകയും നിലവിലെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായി കോൺഗ്രസിന്റെ ജീവനക്കാരുടെ സംഘടന തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പോരാത്തതിന് വീണ്ടും നിയമനം ലഭിക്കാൻ ശ്രമിക്കുന്നവരിലും കൂടുതൽ പേർ കഴിഞ്ഞ സർക്കാരിന്റെ അടുപ്പക്കാരാണ്. അവർക്ക് നിയമനം ലഭിക്കുകയും ചെയ്യുന്നു. ഇത് സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഭരണാനുകൂല സംഘടനകൾക്ക് പരാതിയുണ്ട്. കോൺഗ്രസ് വിട്ട് CPMൽ ചേക്കേറിയ KP അനിൽകുമാറിനെ വിദേശ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒഡേപെക് എന്ന സർക്കാർ സംവിധാനത്തിന്റെ ചെയർമാനാക്കിയിരുന്നു. കോൺഗ്രസ് ഭരണം വന്നിട്ടും KP അനിൽകുമാർ ആ സ്ഥാനത്ത് തുടരുന്നതിൽ വലിയ അതൃപ്തി പാർട്ടിയിലുമുണ്ട്. കോൺഗ്രസിന്റെ ക്ഷീണകാലത്ത് പാർട്ടിയെ ഉപേക്ഷിച്ച് സ്ഥാനം ലഭിച്ചയാളെ എന്തിന് പുതിയ സർക്കാർ ചുമക്കണമെന്നാണ് അണികളുടെ ചോദ്യം.